PSC വോയിസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്ന ടോപ്പിക്ക് കേരളത്തിലേക്ക് യൂറോപ്യൻ ശക്തികൾ ആദ്യമായി വന്നതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയ വിദേശ ശക്തികൾ, യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. കേരളത്തിലേക്ക് ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തി ഏതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പോർച്ചുഗീസുകാരാണ്. 1498 കേരളത്തിലേക്ക് ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരൻ ആരാണ്? അതിൻ്റെ ഉത്തരം വാസ്കോ ഡ ഗാമയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരൻ. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവിൻ്റെ പേരെന്താണ്? മാനുവൽ ഒന്നാമൻ എന്ന രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. പോർച്ചുഗൽ രാജാവായ മാനുവൽ ഒന്നാമൻ എന്ന രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് യാത്ര തിരിച്ച വർഷം ഏതാണ്? 1497 ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. 1497 ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയ വർഷം ഏതാണ്? 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത് ഇറങ്ങിയത്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സാവോ ഗബ്രിയേൽ എന്നാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ച കപ്പലിൻ്റെ പേര്. സാവോ ഗബ്രിയേൽ എന്നാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ച കപ്പലിൻ്റെ പേര്. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജാവാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത്. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജാവാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് എത്തിയത്. 1498 അതേ വർഷം തന്നെ നവംബറിലാണ് അദ്ദേഹം ലിസ്ബണിലേക്ക് മടങ്ങിയത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. 1498 അതേ വർഷം തന്നെ നവംബറിലാണ് ലിസ്ബണിലേക്ക് വാസ്കോ ഡ ഗാമ മടങ്ങിപ്പോയത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത സ്ഥലം ഏതാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യമായി അടക്കം ചെയ്തത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത സ്ഥലം ഏതാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യമായി അടക്കം ചെയ്ത സ്ഥലം. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയത്. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524 വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷം 1524. അതിനുശേഷം 1539 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് ആരായിരുന്നു? പെഡ്രോ അൽവാരിസ് കബ്രാൽ എന്ന പോർച്ചുഗൽ നാവികനാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്. പെഡ്രോ അൽവാരിസ് കബ്രാൽ എന്ന പോർച്ചുഗീസ് നാവികനാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്. വാസ്കോ ഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു പെഡ്രോ അൽവാരിസ് കബ്രാൽ. ഇദ്ദേഹമാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്. പെഡ്രോ അൽവാരിസ് കബ്രാൽ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹമായിരുന്നു വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികൻ. വാസ്കോ ഡ ഗാമ എന്ന പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്?
ഗോവ. വാസ്കോഡഗാമ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അതിൻ്റെ ഉത്തരം ഗോവയാണ്. ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമയുടെ നാമത്തിൽ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വാസ്കോഡഗാമ അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ വർഷം ഏതാണ്? 1524 വാസ്കോഡഗാമ അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. ആ വർഷം തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. 1524 വാസ്കോഡഗാമ അന്തരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡയായിരുന്നു ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? പോർച്ചുഗീസ് ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലസ് കോട്ട പണി കഴിപ്പിച്ചത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത്. 1505 ഈ കോട്ട പണി കഴിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്തത്? കൊച്ചിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആസ്ഥാനം. ഏറ്റവും ശക്തനായ പോർച്ചുഗീസിൻ്റെ വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത്. അൽബുക്കേർക്കാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയി അറിയപ്പെടുന്നത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? അൽബുക്കേർക്കാണ് പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ. ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ് ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത്. യൂറോപ്യൻ സൈന്യത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയ വൈസ്രോയി ആരാണ്? അൽബുക്കേർക്കാണ് യൂറോപ്യൻ സൈന്യത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയ വൈസ്രോയി. യൂറോപ്യൻ സൈന്യത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയ വൈസ്രോയി അൽബുക്കേർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി എന്ന ആചാരം നിരോധിച്ചത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്ക് എന്ന പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച വൈസ്രോയി. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ്. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കേർക്കാണ് വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ നികുതിയുടെ പേരെന്തായിരുന്നു? കാർട്ടസ്. അതിൻ്റെ ഉത്തരം കാർട്ടസ്. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ നികുതി എന്തായിരുന്നു? കാർട്ടസ്. അതിൻ്റെ പേരാണ് കാർട്ടസ്. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ നികുതിയുടെ പേരാണ് കാർട്ടസ്. ഇനി പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കശുവണ്ടി, പുകയില, പേരക്ക, പപ്പായ, കൈതച്ചക്ക തുടങ്ങിയ കാർഷിക വിളകൾ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി, പുകയില, പേരക്ക, പപ്പായ, കൈതച്ചക്ക തുടങ്ങിയ കാർഷിക വിളകൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്.
ആദ്യമായിട്ട് അച്ചടി വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അച്ചടി വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ആദ്യമായിട്ട് അച്ചടി വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോട്ട നിർമ്മിച്ച വിദേശികൾ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച പ്രധാനപ്പെട്ട 2 കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ ജില്ലയിലുള്ള കോട്ടപ്പുറം കോട്ടയും കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. പോർച്ചുഗീസുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച പ്രധാനപ്പെട്ട 2 കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ടയും കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആഞ്ചലോ കോട്ടയും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. ആദ്യ കോട്ട വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന കോട്ട ഏതാണ്? മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ്? നിനോ ഡ കുൻഹയാണ് ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറുടെ പേരെന്താണ്? നിനോ ഡ കുൻഹ എന്ന പോർച്ചുഗീസ് ഗവർണറാണ് ചാലിയത്ത് കോട്ട നിർമ്മിച്ചത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കലാരൂപം ഏതാണ്? ചവിട്ടുനാടകം. ചവിട്ടുനാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കലാരൂപം ഏതാണ്? അതിൻ്റെ ഉത്തരം ചവിട്ടുനാടകമാണ്. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ് കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. 1555 പണി കഴിപ്പിച്ച മട്ടാഞ്ചേരി കൊട്ടാരമാണ് കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. 1556 പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് ഗോവയിലായിരുന്നു. ഇനി കേരളത്തിലേക്ക് രണ്ടാമതായിട്ട് എത്തിയ വിദേശ ശക്തികൾ ഏതായിരുന്നു? ഡച്ചുകാരാണ് കേരളത്തിലേക്ക് പോർച്ചുഗീസുകാർക്ക് പിന്നാലെ രണ്ടാമതായി എത്തിയ വിദേശ ശക്തി. ഡച്ചുകാർ ഏത് രാജ്യക്കാരാണ്? നെതർലൻഡ് അഥവാ ഹോളണ്ടുകാരാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. ഡച്ചുകാർ ഏത് രാജ്യക്കാരാണ്? നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് എന്ന രാജ്യത്തിലെ ആളുകളാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ എത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരായിരുന്നു? സ്റ്റീഫൻ വാൻഡർ ഹേഗനാണ് 1602 കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരായിരുന്നു? സ്റ്റീഫൻ വാൻഡർ ഹേഗനാണ് 1602 കേരളത്തിലേക്കെത്തിയ ആദ്യത്തെ ഡച്ച് അഡ്മിറൽ. സ്റ്റീഫൻ വാൻഡർ ഹേഗൻ ആദ്യമായി ഇന്ത്യയിലെത്തിയ സ്ഥലം ഏതായിരുന്നു? സ്റ്റീഫൻ വാൻഡർ ഹേഗൻ എന്ന ഡച്ച് അഡ്മിറൽ ആദ്യമായി ഇന്ത്യയിലെത്തിയ സ്ഥലം ഏതായിരുന്നു? അതിൻ്റെ ഉത്തരം കോഴിക്കോടാണ്. കോഴിക്കോടാണ് സ്റ്റീഫൻ വാൻഡർ ഹേഗൻ ആദ്യമായി ഇന്ത്യയിലെത്തിയ സ്ഥലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവുമാണ് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നത്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? മസൂലിപ്പട്ടണമാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? അതിൻ്റെ ഉത്തരം മസൂലിപ്പട്ടണമാണ്
ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം? ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് ഏത് വർഷത്തിലായിരുന്നു? 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതായിരുന്നു? 1663. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത്. 1690 വരെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡച്ച് ആസ്ഥാനം ഏതായിരുന്നു? പുലിക്കാട് എന്ന സ്ഥലമാണ് 1690 വരെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഡച്ചുകാരുടെ ആസ്ഥാനമായിരുന്ന സ്ഥലം. പുലിക്കാട്ട് എന്ന സ്ഥലമാണ് 1690 വരെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡച്ച് ആസ്ഥാനമായി നിലനിന്നിരുന്നത്. ഇന്ത്യയിലെ പ്രധാന ഡച്ച് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പുലിക്കാട്, നാഗപട്ടണം, ബ്രോച്ച്, ചിൻസൂറ ഇവയെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡച്ച് കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങൾ. പുലിക്കാട്, നാഗപട്ടണം, ബ്രോച്ച്, ചിൻസൂറ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡച്ച് കേന്ദ്രങ്ങൾ ആയിരുന്ന സ്ഥലം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചിൽ യുദ്ധമാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 ആഗസ്റ്റ് 10 യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധം നടന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഈ യുദ്ധമാണ് ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയ് എന്ന ഡച്ച് സൈന്യാധിപനെയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ്റെ പേരെന്തായിരുന്നു? ഡിലനോയ് ആണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരായിരുന്നു? കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകമാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കരുതപ്പെടുന്നത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകമാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്നത്. ഹോർത്തുസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് രചിച്ചത്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കപ്പെട്ടത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കപ്പെട്ടത്. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വാള്യങ്ങളായിട്ടാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിക്കപ്പെട്ടത്. മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകവും ഹോർത്തുസ് മലബാറിക്കസ് ആണ്. ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിക്കപ്പെട്ട മലയാളം പുസ്തകം ഹോർത്തുസ് മലബാറിക്കസ് ആണ്. ഹോർത്തുസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അഡ്മിറൽ ഹെൻറി വാൻ റീഡ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതനാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൻ്റെ രചനയുമായിട്ട് സഹകരിച്ച ഈഴവ വൈദ്യൻ. ഹോർത്തുസ് മലബാറിക്കസിൻ്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയായ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ഏതായിരുന്നു? മലബാറിലെ വിവിധ ഔഷധ സസ്യങ്ങളാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹോർത്തുസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോർത്തുസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഡച്ചുകാർ രചിച്ച പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ വൃക്ഷം. തെങ്ങാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ പ്രതിപാദ്യം. തെങ്ങ്. ഹോർത്തുസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? ഡോക്ടർ KS മണിലാലാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം ആദ്യമായിട്ട് ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഈ ഡച്ചുകാരെക്കുറിച്ചും പോർച്ചുഗീസുകാരെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം പരിഗണിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.